മണ്ണാർക്കാട് പോലീസിനെതിരെ CPM MP-യും MLA-യും പറയുന്നതിനനുസരിച്ച് പോലീസ് പ്രവർത്തിക്കുന്നുവെന്ന് CPM നേതാവ് PM ആർഷോ. MP വിളിച്ചാൽ MLA വിളിച്ചാൽ ആ നിർദ്ദേശത്തിനനുസരിച്ച് പക്ഷപാതപരമായി പെരുമാറുക എന്ന കാഴ്ചപ്പാടോടുകൂടി ചില ആളുകൾ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും പ്രശ്നക്കാരാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. മുഴുവൻ ആളുകളും തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. എന്നാൽ ചില ആളുകൾ അങ്ങേയറ്റം തെറ്റായി ബയാസ്ഡായിട്ട് ചില സമീപനം സ്വീകരിക്കുന്നു. നിങ്ങൾ തിരുത്താൻ തയ്യാറാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മണ്ണാർക്കാട് പോലീസുകാരോട് നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാവണം. നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്ത് നിങ്ങൾ നിലയുറപ്പിച്ചില്ലെങ്കിൽ, നിങ്ങൾ അനീതിയുടെ പക്ഷത്ത് ആവർത്തിച്ച് നിലയുറപ്പിച്ചാൽ സ്വാഭാവികമായും തെങ്കരയിലെ DYFIയെ സംബന്ധിച്ച്, തെങ്കരയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അനീതി മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ രംഗത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. നിലവിലെ സമീപനം പോലീസ് തുടർന്നാൽ നീതി ഉറപ്പാക്കാൻ പ്രവർത്തകർക്ക് രംഗത്തിറങ്ങേണ്ടി വരുമെന്നും ആർഷോ മുന്നറിയിപ്പ് നൽകി. മുസ്ലിം ലീഗിനെതിരെയും പോലീസിനെതിരെയും പ്രകോപനവുമായി ആർഷോ നടത്തിയ പ്രസംഗം വിവാദമായി. പാതി അഭ്യാസവുമായി മണ്ണാർക്കാട്ടെ ലീഗ് പാതിരാത്രി ഇറങ്ങിയാൽ മുഴുവൻ അഭ്യാസവും ഞങ്ങൾ പഠിപ്പിക്കുമെന്ന് ആർഷോ തുറന്നടിച്ചു. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ പാതി അറിയുന്ന ചില അഭ്യാസവുമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ. ആ അഭ്യാസം പാതിയല്ല മുഴുവനും അറിയുന്ന ആളുകളാണ് ഈ തെങ്കരയിലും മണ്ണാർക്കാടുമുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ എന്ന നല്ല ബോധ്യം മുസ്ലിം ലീഗ് ഉണ്ടായിക്കൊള്ളണം. നിങ്ങൾ ഈ പാതി അറിയുന്ന അഭ്യാസമായിട്ട് നട്ടപ്പാതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ മുഴുവൻ അറിയുന്ന അഭ്യാസം തിരിച്ചങ്ങ് പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച മണ്ണാർക്കാട് പരിസരത്ത് മുസ്ലിം ലീഗ് അവശേഷിക്കില്ല എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ ആ പണിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. CPM ഓഫീസിന് മുന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആഹ്ലാദ നൃത്തം നടത്തിയതാണ് പ്രസംഗത്തിന് കാരണം. ഈ നില തുടർന്നാൽ മണ്ണാർക്കാട് പരിസരത്ത് മുസ്ലിം ലീഗ് ഉണ്ടാകില്ലെന്നും ആർഷോ ഭീഷണി മുഴക്കി. ഈ ക്ഷമയുടെ നെല്ലിപ്പടിയിലും വന്നു നിൽക്കുന്ന ഘട്ടത്തിലും ഈ അഭ്യാസ പ്രകടനവുമായി ലീഗ് ഇറങ്ങിയാൽ അതേ നാണയത്തിൽ തിരിച്ച് ഇടതുപക്ഷത്തിനും മറുപടി പറയേണ്ടതായി വരും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം നിങ്ങളുടെ അണികളെ ഈ തെറ്റായ പ്രവണതയിൽ നിന്നും തിരുത്തുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഈ അവസരത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.